ചെങ്കടലിൽ തീക്കളി തുടർന്ന് ഹൂതികൾ. യുഎസിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന കപ്പലിലേക്കാണ് ഹൂതികൾ ഇത്തവണ മിസൈലുകൾ തൊടുത്തുവിട്ടത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:45-നും 4:45-നും ഇടയ്ക്കാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ നിന്നും ആക്രമണമുണ്ടായത്. MV സ്റ്റാർ നാസിയ എന്ന ഗ്രീക്ക് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലിലാണ് ആദ്യം ആക്രമണമുണ്ടായത്. 3 ആന്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഹൂതികൾ ഈ കപ്പലിന് നേരെ തൊടുത്തത്. 2 എണ്ണം കപ്പലിനടുത്ത് വെള്ളത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. മൂന്നാമത്തേത് അമേരിക്കയുടെ USS ലെബോൺ എന്ന യുദ്ധക്കപ്പൽ പ്രതിരോധ മിസൈൽ അയച്ച് തകർത്തു. കപ്പലിന് ചെറിയ കേടുപാടുകളെ സംഭവിച്ചിട്ടുള്ളൂ എന്നും യാത്ര തുടരുവാൻ ബുദ്ധിമുട്ടില്ലെന്നുമാണ് US സൈന്യം എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. MV മോർണിംഗ് ടൈഡ് എന്ന കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായി. 3 മിസൈലുകൾ ഈ കാർഗോ കപ്പലിന് നേരെ ഹൂതികൾ തൊടുത്തുവെങ്കിലും ഒന്നുപോലും ലക്ഷ്യം കണ്ടില്ല. ഒരു UK കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പലിനും കേടുപാടുകൾ ഒന്നുമില്ല. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെ തുടർന്നായിരുന്നു ഹൂതികൾ ചെങ്കടലിലെ കപ്പൽ പാതയിൽ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ആക്രമണം അഴിച്ചുവിട്ടത്. പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ കപ്പലുകളെ മാത്രം ആക്രമിച്ചിരുന്ന ഇവർ പിന്നീട് ഇസ്രായേലിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളുടെ കപ്പലുകളെയും ആക്രമിച്ചു തുടങ്ങി. ഇപ്പോൾ ചെങ്കടലിൽ ചൈനയുടെയും റഷ്യയുടെയും ഒഴികെ എല്ലാ കപ്പലുകൾക്കും ഹൂതികളുടെ ഭീഷണിയുണ്ട്. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വാണിജ്യത്തിന്റെ 40%, ലോകമൊട്ടാകെയുള്ള വാണിജ്യത്തിന്റെ 12% ചെങ്കടൽ വഴിയാണ് നടക്കുന്നത്. ആക്രമണ ഭീഷണിയുള്ളതിനാൽ കപ്പലുകൾ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തേക്ക് വഴിതിരിച്ചു വിടുകയാണ്. ഇത് കപ്പൽ യാത്രയ്ക്കുള്ള സമയം ഇരട്ടിയാക്കും. മൂലധനവും കണ്ടെയ്നറുകളും 3 ആഴ്ച കൂടി കുടുങ്ങിക്കിടക്കും. കേരളത്തിലേക്കുള്ള പഴങ്ങളുടെ ഇറക്കുമതി അടക്കം ഇത് സാരമായി ബാധിക്കും. റംസാൻ വിപണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഷിപ്മെന്റുകളും ചെങ്കടലിലെ റൂട്ട് മാറുമ്പോൾ 10 ദിവസം താമസിച്ചായിരിക്കും ഇന്ത്യയിലേക്ക് എത്തുക. പക്ഷേ ചെങ്കടലിലെ പ്രതിസന്ധി ഉയർന്ന പണപ്പെരുപ്പമോ ചരക്കുകളുടെ കടുത്ത ക്ഷാമമോ ഇന്ത്യയിൽ ഉണ്ടാക്കില്ല എന്നാണ് US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറം അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യയെ പോലൊരു ശക്തമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് ചെങ്കടലിലെ പ്രതിസന്ധിയെ അതിജീവിക്കാനാകുമെന്നാണ് ഫോറത്തിന്റെ CEO മുകേഷ് ആഗി PTIക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. 2024 ജനുവരിയിൽ ഇറാനിൽ സന്ദർശനം നടത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാനിയൻ പിന്തുണയോടെ ഇന്ത്യയുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ ഹൂതി വിമതർ കപ്പലാക്രമണങ്ങൾ നടത്തുന്നതിനെതിരെ തുറന്നടിച്ചിരുന്നു. ഇത്തരം ഭീഷണികൾ ഇന്ത്യയുടെ ഊർജ്ജ സാമ്പത്തിക താൽപര്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നുണ്ടെന്നും ആർക്കും ഇത് നല്ലതിനല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏത് രൂപത്തിലുമുള്ള തീവ്രവാദത്തിനെതിരെയും ഇന്ത്യക്ക് വിട്ടുവീഴ്ച ചെയ്യാനാകാത്ത നിലപാടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിൽ നിന്ന് തന്നെ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. അതേസമയം ഗാസ മുനമ്പിൽ യുദ്ധം 5ാം മാസത്തിലേക്ക് കടക്കുകയാണ്. ഗാസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 107 പാലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ ഒക്ടോബറിൽ തുടങ്ങിയ യുദ്ധത്തിൽ 27,585 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന്റെ 226 സൈനികർക്കും ജീവൻ നഷ്ടമായി. പട്ടിണിയും പകർച്ചവ്യാധിയും രൂക്ഷമായ ഗാസയിലെ 80% കെട്ടിടങ്ങളും ഷെല്ലാക്രമണത്തിൽ തകർന്നിരിക്കുകയാണ്. ഗാസ മുനമ്പിന്റെ തെക്കേയറ്റമായ റഫയിലെ കൂടാരങ്ങളിലാണ് ജനങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നത്. USന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വെടിനിർത്തൽ കരാറിന് ഹമാസ് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുവാനുള്ള സാധ്യതയാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്.